എല്ലാ കൂട്ടുകാരെയും വെറൈറ്റി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് ഒരു 400 ഗ്രാം ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം ഇച്ചിരി കനത്തിൽ കട്ട് ചെയ്തോണം. അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കുമ്പോഴത്തേന് നമ്മൾ വെള്ളത്തിൽ അത് വേവിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കും. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിന് സപ്പോർട്ട് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം മറ്റൊരു പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ പീസുകളെല്ലാം അതിലേക്ക് ഇടുക. ഇടയ്ക്ക് അത് കണ്ടമാനം ഇളക്കി കൊടുക്കല്. വെള്ളത്തിൽ വെന്ത് കഴിയുമ്പോഴത്തേന് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോഴത്തേന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് 1-2 തവണ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം അത് തണുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ ഇടുക. എന്നിട്ട് എല്ലാം ഒന്ന് ഉരുളക്കിഴങ്ങിൽ കോൺഫ്ലവർ പിടിക്കാനായിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ ഇളക്കി പൊടിയാത്ത രീതിയിൽ അത് ഇളക്കി എല്ലാ ഭാഗത്തും കോൺഫ്ലവർ പിടിക്കത്തക്ക രീതിയിൽ നല്ലവണ്ണം ഇളക്കി വെക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി നിൽക്കുമ്പം നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കട്ട് ചെയ്ത പീസുകൾ കുറേശ്ശെ അതിലേക്ക് ഇടുക. ഒരുപാട് ഇട്ടാൽ അത് ഒട്ടിപ്പിടിക്കും. ഇതുപോലെ എന്നിട്ട് നല്ലവണ്ണം വറുത്ത് കോരിയെടുക്കുക. നല്ലൊരു സ്നാക്കാണ്. ഇതുപോലെ കുട്ടികൾക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെടും. അതിനുശേഷം തണുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, ആ കൂടെ ശകലം ഉപ്പ് ഇടുക. എന്നിട്ട് നല്ലവണ്ണം വന്നത് മിക്സ് ചെയ്തെടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും